വളരെ പ്രധാനപ്പെട്ട കാര്യം ആ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് പറയാൻ കഴിയുന്ന 3 പേരിൽ ഇപ്പോൾ ഏതായാലും അഫാന്റെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നു. ഇനി എപ്പോഴാണ് പിതാവ് നാട്ടിലേക്ക് എത്തുന്നത്? ഏത് തരത്തിലായിരിക്കും? ഒപ്പം ഈ അഫാനെ ചോദ്യം ചെയ്യുന്നതിൽ ഈ മൊഴിയിലെല്ലാം വൈരുദ്ധ്യം പോലീസിന് നേരത്തെ തന്നെ തോന്നുന്നു. മാനസിക രോഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ അസ്വസ്ഥതകളോ മുമ്പുണ്ടാകാതിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ടും വരാത്ത ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇപ്പോൾ ആ തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നു. അതായത് ഇത് അതിവൈകാരികതയിൽ ചെയ്തതിനപ്പുറം ആസൂത്രിതമായിട്ട് ചെയ്തതാണ് എന്ന് തന്നെ പോലീസ് കരുതുന്നില്ലേ? ഈ അഫാനിൽ നിന്ന് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അറിയാനുള്ള ഇനി സാധ്യത പോലീസ് ഏതാണ്ട് കൈവിട്ട സ്ഥിതിയാണോ? അതായത് ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് യാതൊരു അസ്വാഭാവികതകളുമില്ലാതെ ഈ സംഭവിച്ച കാര്യങ്ങൾ വളരെ കൂളായി വിവരിച്ച പ്രതി അത് കേന്ദ്രീകരിച്ച് പോലീസ് ഇത് സത്യമാണോ എന്ന് പറയാനായി നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ ആദ്യ 3 പേരുടെ മരണം ഉറപ്പിക്കുന്നു. വൈകുന്നേരം 6:40 ഇത്. അതിനുശേഷം പ്രതി നൽകിയ വിവരങ്ങളെല്ലാം കൃത്യമായിരുന്നു ഒന്നൊഴിച്ച്. അതായത് 6 പേർ കൊലപ്പെട്ടു, 6 പേരെ കൊല ചെയ്തുവെന്നാണ് പറഞ്ഞത്. അതിൽ 5 പേരെ അപായപ്പെടുത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഉമ്മയെ കൊലപ്പെടുത്തിയെന്ന് പ്രതി വിചാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ആയിരുന്നില്ല വസ്തുത. അവർ തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിലേക്ക് നയിച്ച സാഹചര്യം കടുത്ത സാമ്പത്തിക ബാധ്യതയാണ്. അതിൽ നിന്ന് കരകയറാനായി പല നീക്കങ്ങൾ നടത്തിയിട്ടും അതൊന്നും ഫലം കണ്ടില്ല എന്നായിരുന്നു പ്രതിയുടെ മൊഴി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക ബാധ്യത എന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരു കൃത്യമായ മെന്റൽ സ്റ്റെബിലിറ്റിയിലല്ല അദ്ദേഹം ഇപ്പോൾ ഉള്ളത്, പ്രതി ഇപ്പോൾ ഉള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിശദമായി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് പോലീസിന് മുമ്പിൽ ശ്രമകരമായ ഒരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷം കഴിച്ചു ഇതിന് ശേഷം എന്ന് പറഞ്ഞ പ്രതി താനും ജീവൻ ഒടുക്കാനാണ് ശ്രമിച്ചതെന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിച്ചത്, അതോ അതിനപ്പുറത്തേക്ക് അത് തന്നെയായിരുന്നു ലക്ഷ്യം? ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. ആ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് എത്തും. വീടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ രണ്ട് വീടുകളിലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുമ്പോഴും ഈ ശബ്ദമൊന്നും പുറത്തു വരാതിരുന്ന, അയൽവാസികളൊന്നും ഇത് കേൾക്കാതിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അയൽവാസികളുടെ എല്ലാം പ്രതികരണങ്ങളിലും അത്തരം എന്തെങ്കിലും ഒരു അസ്വാഭാവിക ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് ഈ എല്ലാ കൊലപാതകങ്ങളും നടത്തിയത്, ഒറ്റയ്ക്ക് തന്നെയാണ് എന്നതിൽ ഇതുവരെ ഒരു തരത്തിലുമുള്ള സംശയവും പോലീസിനില്ലല്ലോ അല്ലേ? അതായത് അതിലെ ദുരൂഹതകൾ ഏതാണ്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യ കൊലപാതകം നടത്തുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ആക്രമണം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉമ്മയ്ക്ക് നേരെ തന്നെയാണ്. അതായത് ഉമ്മയുടെ വായ മൂടിക്കെട്ടിയ ശേഷം മുറിക്കുള്ളിൽ ബലമായി കയറ്റി ഉമ്മയുടെ തലയിൽ അടിക്കുകയായിരുന്നു, തല നിലത്തടിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മ ബോധരഹിതയായി നിലത്ത് വീഴുന്നു. മരണപ്പെട്ടുവെന്ന് വിചാരിച്ചാണ് പ്രതി പുറത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് കിടന്നതിന് ശേഷമാണ് പാങ്ങോട്ടുള്ള ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തി തനിച്ച് താമസിക്കുന്ന 88 വയസ്സുള്ള ഈ സൈല ബീവിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ എത്തുന്നു. അവിടെ എങ്ങനെ ഈ കൊലപാതകം നടന്നു? ഈ 2 പേരുള്ള ഒരു വീട്ടിൽ സാമാന്യം ആരോഗ്യമുള്ള 2 പേരെ പുറം ലോകത്ത് ആരും അറിയാതെ എങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിഞ്ഞു ഇയാൾക്ക് എന്ന കാര്യത്തിലൊക്കെയാണ് ഒരു അവ്യക്തത ഇനി ബാക്കിയുള്ളത്. കാരണം ഇവിടെയുള്ള സംഭവിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ചിത്രം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതായത് പേരുമലയിലെ വീട്ടിലേക്ക് ഈ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയതിനു ശേഷം എത്തുന്ന പ്രതി പുറത്ത് കാത്തു നിൽക്കുന്നു. പേരുമല ജംഗ്ഷനിലേക്ക് സ്കൂൾ വിട്ടു വന്നിറങ്ങിയ അനുജനുമായി വീട്ടിലേക്ക് കയറി വരുന്ന പ്രതി പിന്നീട് കുഴിമന്തി വാങ്ങാനായി ഇയാളുമായി ബൈക്കിൽ തിരികെ പോകുന്നു. തിരികെ വരാൻ താമസിക്കുന്നതിനിടയിൽ, അതായത് ഈ അനുജൻ തിരികെ വീട്ടിലെത്താൻ താമസിക്കുന്നതിനിടയിൽ വീട്ടിലേക്ക് കയറി വീടിന്റെ മുകൾ ഭാഗത്ത് എത്തിച്ച് ഈ കാമുകിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ
ഈ 23-കാരൻ ഈ കുഴിമന്തിയുമായി തിരികെ എത്തിയ അനുജനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയതിനു ശേഷം സമാനമായ തരത്തിൽ അനുജനെയും നിഷ്ഠൂരമായി കൊല ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വീടിനുള്ളിൽ വെച്ച് നടന്ന സംഭവങ്ങൾ. ആദ്യം ആക്രമിക്കപ്പെടുന്നത് ഉമ്മയാണ്. ഉമ്മയെ രാവിലെയാണ് ആക്രമിച്ചതെന്നാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് ഇയാൾ ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ